നമുക്ക് ചില സ്റ്റോക്ക് ന്യൂസിലേക്ക് കൂടി പോകേണ്ടതില്ല. ആദ്യത്തേത് വെൽസ്പൺ കോർപ്പിലേക്കാണ് വരുന്നത്. വെൽസ്പൺ കോർപ്പിനെ സംബന്ധിച്ചിട്ട് ഏകദേശം 1165 കോടി രൂപയുടെ ഒരു കരാർ സൗദി അറേബ്യയിൽ നിന്ന് കമ്പനിക്ക് ലഭിച്ചതായിട്ടാണ് എക്സ്ചേഞ്ച് ഫയലിംഗിൽ അറിയിച്ചിരിക്കുന്നത്. ഓഹരിയിലേക്ക് വരികയാണെങ്കിൽ ആ വാർത്തയോട് വലിയ തോതിലൊന്നും പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല. കഴിഞ്ഞൊരു നവംബറിൻ്റെ പകുതിക്ക് ശേഷം ഇങ്ങോട്ടേക്ക് തുടർച്ചയായിട്ടൊരു സെല്ലിംഗ് പക്ഷേ നേരിട്ട് ഓഹരി കൂടിയാണ് വെൽസ്പൺ കോർപ്പ്. സോ വെൽസ്പൺ കോർപ്പിലുള്ള എക്സ്പെർട്ട് സ്റ്റേക്ക് എന്താണ് സഫാൻ? ടെക്നിക്കലി വീക്ക്നെസ് ആണ് വെൽസ്പൺ കോർപ്പറേഷനിൽ കാണാൻ സാധിക്കുന്നത്. അതായത് 4 നവംബറിലാണ് ഇമ്പോർട്ട് ലെവലിൽ നിന്ന് ഒരു ബ്രേക്ക് ഡൗൺ, അതായത് 940 എന്ന ലെവൽ ഒരു ഇമ്പോർട്ട് സപ്പോർട്ട് ലെവലായിരുന്നു. അവിടെ നിന്നാണ് ഒരു ഫോൾസ് ബ്രേക്ക് ഔട്ട് ക്യാനൽ ഫോം ചെയ്ത് ആ ലെവൽ കൈവിട്ടു. അതിനുശേഷം ആ ഒരു സോൺ, അതായത് സപ്പോർട്ട് സോണായി ആക്ട് ചെയ്ത 940 എന്നത് ഒരു റിജക്ഷൻ സോണായി ആക്ട് ചെയ്ത് വീണ്ടും കണ്ടിന്യൂസ് സെൽ ഓഫ് ആണ്. അതായത് കറൻ്റ്ലി ടെക്നിക്കൽ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ ടെക്നിക്കലി വീക്ക് സ്റ്റേറ്റ്, കൂടാതെ വോളിയം ഇൻഡിക്കേഷൻസ് എല്ലാം ന്യൂട്രലായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനലിസ്റ്റുകളുടെ അഭിപ്രായം നോക്കുകയാണെങ്കിൽ ഈ ഒരു കറക്ഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. കാരണം റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേഷൻസ് എല്ലാം നെഗറ്റീവായിട്ടാണ് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു പോസിറ്റിവിറ്റി എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ റീസെൻ്റ്ലി റിജക്ഷൻ സോണായ 940 എന്ന ലെവൽ മറികടക്കണം എന്നതാണ് എക്സ്പേർട്ട് ഒപ്പീനിയൻ.